Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി കൊണ്ടുള്ള അച്ചാറാണ്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ നമുക്കിത്. എന്നാൽ ശരി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയുടെ ഹെഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. ചെറിയ പീസായിട്ട് നമ്മുടെ തക്കാളി ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ശരി ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അച്ചാർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റേർഡ് ഓയിൽ യൂസ് ചെയ്താലും മതിയാവും. അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. ഇതിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയാണുള്ളത്. നമ്മളിപ്പം ഇതിൻ്റെ ജ്യൂസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഞാനിതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചേർക്കാൻ താല്പര്യമില്ല, പുളിവെള്ളം മാത്രം ചേർക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തിക്കായിട്ടുള്ള പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഈ പുളി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. തക്കാളി അതിൻ്റെ പേരിൽ പെട്ടെന്ന് നമുക്ക് വെന്തിട്ട് കിട്ടും. എന്തായാലും ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് നന്നായിട്ട് ഇത് വെന്തിട്ട് വരും. നമ്മുടെ തക്കാളി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയെല്ലാം ഇപ്പം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ട് അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാനും പറ്റും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് അച്ചാർ ഇടുന്നത്. എന്നാൽ ശരി, നമ്മുടെ തക്കാളി വെന്ത് ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. നമ്മളിപ്പോൾ ഏത് പാനിലാണോ അച്ചാർ വയ്ക്കുന്നത് അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാർ എപ്പോഴും നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരല്പം ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അത് ഒരുപാട് നാളെ കേടാകാതെ ഇരിക്കുള്ളൂ. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ടൊമാറ്റോ പിക്കിളിനെ കൂടുതൽ കടുക് ചേർക്കുന്നത് കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 15 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അത് അങ്ങനെ തന്നെ ഇടുകയാണ്. വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വെളുത്തുള്ളി എടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്. അതിൻ്റെ പേരിൽ എരിവ് കുറവായിരിക്കും. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എരിവ് ചേർത്ത് പോകണം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടുന്നതിനനുസരിച്ചിട്ട് അച്ചാർ കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിൻ്റെ പേരിൽ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ഈ ടൈമിൽ ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മസാല ഇടാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി പ്രത്യേകിച്ച് തക്കാളിയിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കളയരുത്. കാരണം തക്കാളി തന്നെ ഒരുപാട് വെള്ളം ഉള്ളതാണ്. അപ്പോൾ അതുണ്ടാകും. അതല്ലാതെ നമ്മൾ ഏത് അച്ചാർ വെക്കുമ്പോഴും വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂത്തിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പിക്കിൾ ആയതിൻ്റെ പേരിൽ ഒരുപാട് ഉപ്പൊന്നും വേണ്ട. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ ഫൈനലി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഷുഗറാണ്. അപ്പോൾ നമ്മുടെ ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ടീസ്പൂൺ അളവിൽ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് 1 ടീസ്പൂൺ കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കണം. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഷുഗർ മാത്രമേ ചേർത്തിട്ടുള്ളൂ.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. സാധാരണ നമ്മുടെ നാരങ്ങ അച്ചാറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഈ ടൊമാറ്റോ പിക്കിൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ ചോറിൻ്റെ കൂടെ സൈഡിൽ വെച്ച് കൊടുക്കാം, അതുപോലെ തന്നെ കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ പിക്കിളാണ്. ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.